ഹലോ ഗായ്സ്, നമ്മുടെ GTA മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തതാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ വീഡിയോയിലേക്ക് വാട്ടാ. അപ്പോൾ നമ്മുടെ മജീഷ്യൻ നമുക്ക് എന്തായാലും പ്ലാൻ ചെയ്യണം. നമ്മുടെ മജീഷ്യൻ കൂട്ടം നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നമ്മളൊരു RC കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അതേ മജീഷ്യൻ ആ ഒരു മാജിക്കൽ പവർ വെച്ചിട്ട് RC കാർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാനൊക്കെ ഫാസ്റ്റ് ആയിരുന്നു. നമ്മളതേ ഈ RC കാറിൽ നിറച്ച് ബോംബ് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അവരെ ബാക്കിൽ പോയിട്ട് നമുക്ക് എന്തായാലും ഈ ബോംബ് പൊട്ടിക്കാം. അല്ലാണ്ട് വേറെ രക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എന്തായാലും ഇവരുടെ മുമ്പിൽ കൂടെ കണ്ണ് വെട്ടിച്ചിരുന്ന് പോകാനും കാര്യങ്ങളൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്നുകിൽ ഇവരുടെ കൊല്ലാനല്ലാണ്ട് വേറെ രക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും മിലിറ്ററി കാര്യങ്ങൾ നല്ല ആൾക്കാരൊന്നും അല്ല, കാര്യം നമുക്കിട്ട് കുറേ പണിതിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അവരെന്തായാലും അറിയാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം കേട്ടോ. അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി നമ്മളെ വെടിവെച്ച് ചാമ്പലാക്കൂട്ടാ. നമ്മുടെ മജീഷ്യനെ കൊല്ലും, നമ്മളെയും കൊല്ലും. അപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് നമ്മുടെ ഇതാരെ ആരാണോ ഗൈസ്. അപ്പോൾ ഇത് നമ്മളെന്തായാലും ഇവിടെ നിന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് വരുന്നു, ബോംബ് പൊട്ടിക്കുന്നു, ബാക്കിയുള്ളവരെ കൊല്ലുന്നു. ഇത്ര ഉള്ള സിമ്പിൾ പ്ലാൻ. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് അടുത്തത് ഇതിനെ കൊണ്ട് ഭയങ്കര കഷ്ടമായിട്ട ഗൈസ് നമ്മുടെ സോംബീസിനെ കൊണ്ട്. എന്തായാലും കാര്യങ്ങളും പ്ലാനിങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മിലിറ്ററിക്കാരുടെ അടുത്ത് പോവാം. അപ്പോൾ അവരവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അടുത്ത് പോയിന് അവർ നമ്മളെ കൊന്നു കളയും കേട്ടോ. നമ്മളെ കൊന്നു കളയും നമ്മൾ. അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് മാറി അവിടെ നിരീക്ഷിക്കാം കേട്ടോ. നമ്മുടെ ബോംബ് എന്താ പൊട്ടാത്ത? ബോംബ് പൊട്ടുന്ന സമയമായില്ലോ. ഓ ഗൈസ്, പണിപ്പാളിന്ന് തോന്നിട്ടാ. വെറുതെ അല്ല ബോംബ് പൊട്ടാത്ത ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ നെക്കിയിട്ടില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ നെക്കാണെങ്കിൽ നമ്മുടെ ബോംബ് പൊട്ടൂട്ടാ. എന്നാലാണ് നമ്മുടെ ബോംബ് പൊട്ടുള്ളൂ ഗായ്സ്. വേഗം നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കട്ടാ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാനാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, നമ്മളെ സപ്പോർട്ട് ചെയ്യൂ. എന്നാലും നമുക്ക് വീഡിയോസ് ഇങ്ങനെ പെട്ടപ്പെട്ടാന്ന് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ നമ്മളിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരോ ഒരാൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണില്ല. അപ്പോൾ ചെയ്തോളൂ കേട്ടാ. അപ്പോൾ അതേ നമ്മൾ സ്നൈപ്പ് നിൽക്കുന്നുണ്ട്. നമ്മുടെ ബോംബും കാര്യങ്ങളൊന്നും പൊട്ടണില്ലല്ലോ. ഓനോ ഇതെന്താ പൊട്ടേ? സോംബീസൊക്കെ പോകണ്ടത് നടക്കണോക്കി. ചിരിക്കാൻ പോയേട്ടാ അത് നടക്കണോക്കിയത്. എൻ്റെ പൊന്നെ, ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ കയ്യിൽ എന്താ ആൻറ്റിഡോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഓക്കെ ചെയ്ത് നമ്മുടെ ബോംബും കാര്യങ്ങളൊക്കെ കൂട്ടിട്ടോ. നമ്മുടെ ഡോക്ടർ ചത്തിട്ടില്ല. നമ്മളെന്തായാലും വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഇവരെന്തായാലും അനങ്ങണില്ല കേട്ടാ. അടുത്തത് ഈ സോംബികളെ കൊണ്ട് ഞാൻ തോറ്റു. നമ്മളെ ചവിട്ടി പൊളിക്കണ്. നമ്മളിതേ വെടിവെച്ച് കളഞ്ഞിട്ടുണ്ടാ. ഇവറ്റകളെ കൊണ്ടാണ് കേട്ടോ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. സാധാരണ സോംബികളസിനൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഓടി പോകാറാണ്. അപ്പം ഇവരൊക്കെ നമ്മളെ തല്ലാനാണ് അടുത്തത്. ഇതിനൊരു അവസാനമില്ലല്ലോ. ഈ സോംബീസൊക്കെ നമ്മളെ തല്ലാനാട്ടോ വരണേ. എന്തായാലും കടിച്ച് കീറാനൊന്നും വരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എയർ ഇൻഫെക്ഷനാണ്. പക്ഷെ നമ്മളും ഇൻഫെക്റ്റഡ് അല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സോംബികൾസൊക്കെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാട്ടോ. ഇനി ഇവിടെ നിന്നാൽ പന്തികേടല്ല. അപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ പട്ടി നമ്മുടെ ചോപ്പിന് തിന്നേനെ ഇപ്പോൾ. അപ്പോൾ അത് നമുക്ക് എന്തായാലും പോകാം. നിറച്ച് പട്ടികളെ കൊണ്ട് ഞാൻ തോറ്റുട്ടാ. മിലിറ്ററി ഗാർഡ്സ് കുറേ പേര് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ അവർ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയ വണ്ടിയോ ഗൈസ് ഇവിടെ ഒരു ജെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു മെജീഷ്യനാണോ എന്ന് ചോദിച്ചു നോക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ ഈ ജെറ്റ് ഡയമണ്ട് ആക്കാൻ പറ്റുമെന്ന് നോക്കിയാട്ടാ. എന്തായാലും മെജീഷ്യനൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ മജീഷ്യൻ എടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഡയമണ്ട് ആക്കിയാൽ നിനക്ക് മാജിക്കൽ പവേഴ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സോംബീസ് വരും. നമുക്ക് എന്തായാലും വേഗം പോകാട്ടോ. അപ്പോൾ ഗായ്സ് നമ്മുടെ മജീഷ്യൻ നമ്മുടെ ജെറ്റിനെ ഡയമണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ, ഞാൻ വെറുതെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ്. പക്ഷേ അയാളത് ഡയമണ്ട് ആക്കി. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് വേഗം സ്ഥലം വിടാം. അയ്യോ, നമ്മുടെ ചോപ്പിന് മജീഷ്യന് കയറാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ രക്ഷപ്പെടട്ടെ അല്ലേ. ഗൈസ്, നമ്മുടെ ചോപ്പിന് നമ്മുടെ മജീഷ്യനോട് സൈഡിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറന്നു പോയില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും മജീഷ്യൻ പറന്നു പോയില്ല. നമ്മുടെ ചോപ്പ് പറന്നു പോയിട്ടിരുന്നാൽ മതി. നമ്മുടെ കാലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചോപ്പിന് പണ്ടാരം ധൈര്യമാണ് കേട്ടോ. അപ്പോൾ ധൈര്യം എങ്ങനെ ഇല്ലാണ്ടിരിക്കും? നമ്മുടെ കൂടെ ജീവിക്കണേ. നമ്മളെല്ലാം പരിപാടികൾ ഒപ്പിക്കണ ആൾക്കാരല്ലേ. അപ്പം നമ്മുടെ കൂടെ എന്തായാലും നമ്മുടെ ആൾക്കാർക്കൊക്കെ ധൈര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ എന്ത് കണ്ടിട്ടാണ് ഇവിടെ മിലിറ്ററിയിലേക്ക് വന്നത്? നമ്മുടെ മജീഷ്യൻ പറയുന്നത് കേട്ടാൽ മതിയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഈ സോംബികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. എന്തായാലും നമുക്കിവിടെ വെടിവെച്ചും കാര്യങ്ങളൊക്കെ ഇടാം. നല്ല രസമല്ലേ. നമുക്ക് എന്തായാലും വല്ലപ്പോഴേക്കല്ലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം കേട്ടോ. നമ്മളത് ജെറ്റ് അങ്ങനെ പറപ്പിച്ച് വിടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കിനി മൈക്കിളിലവിടെ പോയിട്ട് ഷിൻചാനോട് ഉണ്ട് നോക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ വേണ്ടി വെച്ചതാണ്. കാരണം നമ്മുടെ ഷിൻചാൻ മിസ്സിങ് ആണ്. നമ്മുടെ ഷിൻചാൻ ഒരു ഓട്ടോ ഓടിയ കാരണം നമുക്ക് ഷിൻചാൻ എവിടെയാണെന്ന് അറിയില്ല.
മിക്കവാറും നമ്മുടെ മൈക്കിളുടെ അടുത്ത് നിൽക്കാനാണ് ചാൻസ് കൂടുതൽ. കാരണം നമ്മുടെ മൈക്കിളുടെ വീടാണ് തൊട്ടടുത്തുള്ളത്. അപ്പോൾ മൈക്കിൾ എന്തായാലും വീടും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ലെസ്റ്ററിൻ്റെ ട്രെവറിൻ്റെ വീട് അത്യാവശ്യം ദൂരവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിളുടെ അവിടേക്ക് പോവാം. അല്ലാണ്ട് ഇപ്പോൾ വേറെ രക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല. മൈക്കിളുടെ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ ട്രെവർ അണ്ണൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും, പിന്നെ ലെസ്റ്റർ അടുത്തേക്ക് പോകേണ്ടി വരും. എന്തായാലും എനിക്ക് ഉറപ്പാണ് നമ്മുടെ മൈക്കിളുടെ അവിടെ പോകുള്ളൂ. കാരണം മൈക്കിളുടെ അവിടെ ലക്ഷറി ലൈഫല്ലേ, അവൻ്റെ വീടൊക്കെ സെറ്റപ്പ് അല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാവും നമ്മുടെ മൈക്കിളോ. എൻ്റെ പൊന്നേ പണി പാളിയിട്ടാ. ഓഹോ, ജസ്റ്റ് മിസ്സിനായിട്ട് രക്ഷപ്പെട്ടെ. എൻ്റെ പൊന്നിപ്പോൾ പൊട്ടിത്തെറിച്ച് ചാവേണ്ടതാണ് 3 കൂടി. അപ്പോൾ ജസ്റ്റ് മിസ്സിനായിട്ടൊക്കെ രക്ഷപ്പെട്ടെ. എൻ്റെ പൊന്നി ഇപ്പം തന്നെ സോംബിയുടെ കടി കേൾക്കാണ്ട് തന്നെ നമ്മളിപ്പോൾ ചത്തുപോയനാട്ടാ. അപ്പോൾ അതേ നമ്മളങ്ങനെ നമ്മുടെ ലോസ് ആൻഡോസിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിൾ കുട്ടൻ്റെ വീട്ടിലേക്ക് പോവാം. മൈക്കിളേ എവിടെയാടാ? എന്തായാലും മൈക്കിളുടെ വീട്ടിലേക്ക് പോയാൽ സമയം എടുക്കും. അപ്പോൾ ഈ സാധനം ഇങ്ങനെ ലാൻഡ് ചെയ്യും. ഇവിടെ എയർപോർട്ടൊന്നും ഇല്ലല്ലോ. എയർപോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പിന്നെയും കാർ ഓടിച്ച് വരേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് മിക്കവാറും നമുക്ക് റോട്ടിൽ തന്നെ പാർക്ക് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് വേറെ രക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ മൈക്കിളുടെ വീട് മൈക്കിളുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സാധനം ഇവിടെ ലാൻഡ് ചെയ്യാം. ഓ നോ, ഇച്ചിരി ടാസ്ക്കാണ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റപ്പായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിളുടെ അവിടേക്ക് പോവാം. ഇവിടെ കാറും കാര്യങ്ങളൊന്നും കാണണേ. ഇതേ പോസ്റ്റൊക്കെ തല്ലി പൊളിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ നേരെ പോവാം. അപ്പോൾ നമ്മുടെ കാറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചോപ്പിന് നമ്മുടെ മെജീഷിനോട് നിർത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഫൈറ്റർ ജെറ്റ് നോക്കാൻ വേണ്ടി ആൾക്കാർ വേണ്ടേ. ഇത് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി നമുക്ക് അറിയില്ലല്ലോ. അതേ ഇവിടെ നിറച്ച് സോംബീസ് ആട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിൾ കുട്ടൻ്റെ അടുത്ത് പോവാം. അപ്പോൾ അത് എന്തിട്ടത്? ഓ ഗൈസ്, അതൊരു സാധനം UFO ആണത്. ഓനോ, അത് എവിടെയത്? എന്തിട്ടൊക്കെയാണ് അപ്പോൾ സാധനം ഇത്? എൻ്റെ പൊന്നെ. ഓ ഗൈസ്, നമ്മുടെ മൈക്കിളുടെ വീടിൻ്റെ മേലെയാണ് കേട്ടോ ആ സാധനം. എൻ്റെ പൊന്നെ, മൈക്കിൾ കുറേ പൈസ പൊട്ടിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ ഈശോയേ, ഇത് എന്തിട്ട് സാധനങ്ങൾ? ദേ അവിടെ നിറച്ച് ഗാർഡ്സിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതേ മൈക്കിൾ നമ്മുടെ ലെസ്റ്റർ പറയുന്നത് വിശ്വസിച്ചു. നമ്മൾ മാത്രമാണ് കേട്ടോ ലെസ്റ്റർ വിശ്വസിക്കാത്തത്. നമ്മളിപ്പോൾ ഇത് കേൾക്കാറൊക്കെ ഉണ്ട്, പക്ഷേ നടക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ ഒന്നും പ്രതീക്ഷയില്ല കേട്ടോ. നമ്മളതേ മൈക്കിൾ ഫുൾ കട്ട സെക്യൂരിറ്റിയിലാണ് നിന്നാണ് കേട്ടോ. അതേ കണ്ട റോൾസ് റോയ്സ് വരെ ഉണ്ട് കേട്ടോ. അതേ സ്വന്തമായിട്ട് ഇതേ പെട്രോൾ ടാങ്ക് വരെ ഉണ്ട്. എൻ്റെ പൊന്നെ, കുറേ പൈസ നമ്മുടെ മൈക്കിളോട്ടൻ പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഗാരേജാണ് കേട്ടോ, തുറക്കണില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിളെ കൂട്ടനെ വിളിക്കാട്ടാ. ഓക്കെ, നമ്മളങ്ങനെ മൈക്കിളിനെ വിളിച്ചിട്ടുണ്ട്. മൈക്കിൾ ഇങ്ങോട്ടാണ്. മൈക്കിൾ കോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ നോക്കാം. 3 ബൈക്കൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, ഇവിടെ എവിടെ ഇത്ര പൈസ? അല്ലാത്തപ്പോൾ പിശിക്കല്ല, നല്ല ലക്ഷറി ലൈഫ് തന്നെയാണ്. ഫാമിലി മാനാണ് കേട്ടോ കൂട്ടത്തില്ലേ. വേറെ ആരും കല്യാണം കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. എല്ലാവരും ബാച്ചിലേഴ്സാണ്. പിന്നെ ഫ്രാങ്ക്ലിന് പിന്നെ പെണ്ണ് കിട്ടില്ലല്ലോ, നമ്മളെ പോലെ സിംഗിളല്ലേ. അപ്പോൾ സിംഗിളായ ആൾക്കാരും കമ്മിറ്റഡായ ആൾക്കാരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളോ. അതിൻ്റെ അവിടെ കൂടെ ആളൊന്നും ഇല്ല. അതെ, ഇവിടെ നിറച്ച് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എൻ്റെ ഒരു അടിയിൽ പോയി നോക്കാം. എൻ്റെ പൊന്നെ, നമ്മുടെ മൈക്കിളിൽ കുറേ 2 ദിവസം കൊണ്ട് ഇതൊക്കെ സെറ്റപ്പ് ചെയ്തേ. ഫുഡും മെഡിസിനും എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, കുറേ പൈസ നമ്മുടെ മൈക്കിൾ കൂട്ടൻ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹെലികോപ്റ്ററാ. എൻ്റെ പൊന്നെ, നമ്മുടെ മൈക്കിൾ കൂട്ടം സീനാക്കിയിട്ടാ. എൻ്റെ ഈശോയെ, ഗോൾഡൻ ഹെലികോപ്റ്ററേ. ഇവിടെയും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ എന്തായാലും സോംബികളൊന്നും വരില്ല കേട്ടാ. നമ്മുടെ മൈക്കിൾ കുറേ പൈസ പൊട്ടിച്ചിട്ടുണ്ട്, കൊച്ചു കള്ളൻ. നമ്മൾ മാത്രമാണ് ഇത് വിശ്വസിക്കാത്തത്. നമ്മളെ പിന്നെ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത്ര സെറ്റപ്പ് ചെയ്യാൻ. എൻ്റെ ചുറ്റിനും കാർഡ്സാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഇതാരത്? സോംബികളെ വന്നപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി അത് കൊന്നൂട്ടാ. എൻ്റെ പൊന്നെ, ഇവരതേ സീനാക്കിയിട്ടുണ്ട്. നമ്മുടെ മറ്റേ ടെലിസ്കോപ്പിൽ നമ്മുടെ ചന്ദ്രനൊക്കെ കാണാൻ പറ്റിയ സെറ്റപ്പൊക്കെ അതൊക്കെ നമ്മുടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മൈക്കിളോട്ടൻ. അയ്യോ, നമ്മളിത് വിഷയത്തിൽ നിന്ന് മാറിയിട്ടാ. നമ്മുടെ ഷിൻചാനെ കണ്ടുപിടിക്കാനാണ് വന്നത്. ഇത് നമ്മുടെ സോൾജേഴ്സിനുള്ള മുറിയാണ് കേട്ടോ. അതേ പുറത്ത് തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവർക്ക് വേണ്ടിയൊക്കെ സെറ്റപ്പ് ചെയ്ത് കാണുന്നത്. അത് കണ്ട, ഇവർക്ക് വേണ്ടി ഇത് ടി വിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സോൾജേഴ്സിന് വേണ്ടിയിട്ട്. സോൾജേഴ്സും FBI ഏജൻസും ഉണ്ടാ. എൻ്റെ പൊന്നെ, കുറേ പൈസ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പറയാം, അകത്ത് കയറണം. നമ്മുടെ മൈക്കിൾ നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ ആദ്യം ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നിട്ട് കയറിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തിട്ട് വെയിറ്റാ ഗൈസ്.
അപ്പോൾ അതേ അവനെന്തായാലും നമ്മുടെ മൈക്കിളെ വിളിക്കട്ടെ. അപ്പോൾ അതേ അകത്ത് കയറിക്കോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ ഒക്കെ വെയിറ്റ് കാണുമ്പോൾ സഹിക്കാതെ. ഓക്കെ ഗൈസ്, ദേ നമ്മുടെ മൈക്കിളുടെ ഫാമിലി ഇവിടെ ഉണ്ട് കേട്ടോ. ജിമ്മിയും ട്രേസിയും അമ്മേൻ്റെയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ചുറ്റും നിന്ന് ടെൻഷനില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്കിളോടെന്ന് ചോദിച്ചപ്പോൾ ഗരാജിൻ്റെ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നകത്ത് വരെ ഫുൾ ടൈറ്റ് സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ മൈക്കിൾ ചെയ്താണ്. അത്യാവശ്യം പൈസ നമ്മുടെ മൈക്കിൾ പൊട്ടിച്ചിട്ടുണ്ട് കൊച്ചു കള്ളൻ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഗരാജിൻ്റെ ഡോറ് ഇവിടെ ഇരുന്നു. ഇവിടെ ഇതന്നെ ഞാൻ കുറേ നാളായി നമ്മുടെ മൈക്കിൾ. ഗൈസ്, ദേ നമ്മുടെ മൈക്കിൾ കേട്ടാ. ദേ ഇവിടെയുണ്ട് സെക്യൂരിറ്റി. നമ്മുടെ ഷിൻചാൻ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷിൻചാൻ മേലെയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ എന്തോ പ്ലാനിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് നമുക്ക് കുറച്ച് പണി ചെയ്യാനുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞാൽ നമുക്ക് എന്തായാലും ചെയ്യാം, നീ എന്തായാലും പ്ലാനൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും, ഞാൻ പോയി ഷിൻചാൻ കണ്ടിട്ട് വരാമെന്ന് പറയാം. കാരണം ഷിൻചാൻ ഒരു ഓട്ടം ഓടിച്ചിട്ടൊക്കെ ഉള്ളപ്പാന്നി ഒരു ഓട്ടാണ് കഴിച്ച്. എൻ്റെ പൊന്നെ, ആ ഓട്ടം കാണാൻ നമ്മുടെ കൈനി വീടിൽ പോയി കണ്ടോളോ. നമ്മുടെ കൈനി വീടിൽ അത് ഇട്ടിട്ടുണ്ട്. ഇതേ നിന്നിട്ട് ഇത് നമ്മുടെ ജിമ്മിയുടെ മുറിയാണ് കേട്ടാ. ഇവിടെ പിന്നെ അറിയാലോ ജിമ്മി സെറ്റപ്പാന്നുള്ളത്. അപ്പോൾ അതേ നിൽക്കണ് കാളപ്പാന്ന്. ഇതേ പിടിക്കണ ഓടിപ്പോയേ. അവൻ പറഞ്ഞ് സോംബീസിനെ പോയി പേടിച്ച് ഓടിയെന്നാണ് പറയണേ. നേരെ നമ്മുടെ മൈക്കിളുടെ വീട്ടിലേക്കാണ് വന്നതെന്ന് പറഞ്ഞു കേട്ടോ. അതേ ഇവരിവിടെ സെക്യൂരിറ്റി, അവനോട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞേട്ടാ. എൻ്റെ പൊന്നെ, അപ്പോൾ ഈ വീട്ടിൽ എത്ര സെക്യൂരിറ്റി ഉണ്ട്, ഇവർക്കൊക്കെ ചിലവിന് ആരും കൊടുക്കണേ. വെറുതെ ഇല്ലേട്ടാ മിലിറ്ററിയിൽ നിന്ന് ആൾക്കാരില്ലാത്ത ഇവന് അങ്ങനെ തന്നെ മേടിച്ചു തോന്നുന്നുണ്ട് കേട്ടോ മിലിറ്ററിക്കാരെ. എൻ്റെ പൊന്നി, എന്തോരോ പൈസ ഈ മൈക്കിൾ പൊട്ടിച്ച്, ഇതിനൊന്നൊരു കയ്യും കണക്കില്ല കേട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ. നമ്മളെന്തായാലും സേഫായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അയ്യോ വിഷയം മാറി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.